ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് സാറ്റർഡേ ലീവ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് ലേറ്റാണ് എണീറ്റ്. 9:30 ദീദി ഇതുവരെ വന്നിട്ടില്ല. ഞാൻ 35 പ്രാവശ്യം എനിക്ക് അതാണ് ലൈക്ക് ഞാൻ ആരോടൊന്നും തിരിച്ചു പറയില്ല. അപ്പോൾ എന്നെ ഫോർ ഗ്രാൻറ്റഡ് എടുക്കുക. ഞാൻ വേറെ എല്ലാവരും ചീത്ത പറയും ടൈമിന് വന്നിട്ടില്ല അവരോട്. അപ്പോൾ അവരെ വീട്ടിലൊക്കെ വേഗം പോവും. അപ്പോൾ ഇന്നറിയില്ല എത്ര നേരം ഞാൻ കോൾ ചെയ്യുന്നു, പക്ഷെ വന്നിട്ടില്ല. ഇപ്പം 10:45 ആയി, ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം എൻ്റെ 5ാമത്തെ കോള് ചെയ്തപ്പോൾ എടുത്തിട്ട് പറഞ്ഞത് ഞാൻ ഇപ്പോൾ 2 മിനിറ്റിൽ വരാമെന്ന്. അതാ ഞാൻ വിചാരിക്കുന്നത്, എത്ര നേരം വിളിച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ല. വിശന്ന് ഞാൻ ഇപ്പോൾ ഇരിക്കുക. എന്തായാലും ഞാൻ പോഹ കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. ഉച്ചയ്ക്ക് എന്തായാലും ഞാൻ പിന്നെ ആയിരിക്കും ഉണ്ടാക്കുക. അപ്പം ആദ്യം നമുക്ക് ABC ജ്യൂസ് കുടിക്കാം. ഞാനിവിടെ ABC ജ്യൂസ് കുടിക്കുക. ഇതിൻ്റെ മുന്നേ എന്താ പറയുക, നമ്മളെ ബാത്റൂമിൽ കുറച്ച് ഫിറ്റിങ്സ് ഉണ്ടായിരുന്നു. അപ്പം ഒരു സിവിലിൽ നിന്ന് ഒരാളെ വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ അവരും വന്നിട്ട് അതൊക്കെ ചെയ്ത് പോയി. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ വീടൊക്കെ റെഡിയാക്കി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കി വെച്ചത് ആൻഡ് ഗ്രീൻ ചട്നി. ഇത് ഞാനല്ല കഴിക്കുക, ഇത് മെതുവിന് വേണ്ടിയിട്ട്. അതും ഫുള്ളല്ല, ഞാൻ ഒന്നേ കഴിക്കുള്ളൂ. മെതുവിന് 1-2 കഴിക്കുള്ളൂ. പിന്നെ നമ്മൾ പോഹയാണ് ഉണ്ടാക്കിയത്. നെക്സ്റ്റ് വെറുതെ ഇത്ര എപ്പോഴെങ്കിലും വിശക്കുമ്പോൾ എക്സ്ട്രാ തിന്നാം. എൻ്റെ പോഹ, ഞാനിനി പോഹ കഴിക്കാൻ പോവാണ്. മൂവി കണ്ടുകൊണ്ടിരുന്നിട്ട് സാറ്റർഡേ ഞാൻ ഇരുന്ന് രാവിലെ തൊട്ട് വെറുതെ ഇരുന്ന് എഡിറ്റിങ് ചെയ്യാണ്. വീഡിയോൻ്റെ വലിയ ഒന്നും അറിയില്ല, നിങ്ങൾക്ക് കാണാൻ നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും, പക്ഷെ കുഴപ്പമില്ല. ഞാൻ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഓൾമോസ്റ്റ് റെഡിയായി. ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാണ് കുറച്ച് വേറെ വീഡിയോസ്. സോ ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ ഡ്രസ്സ് വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, പ്ലീസ് പോയിട്ട് കാണും. സോ ഇതാണ് നമ്മുടെ ലഞ്ചിൻ്റെ പ്ലേറ്റ്. ഇതിൽ ദാലുണ്ട്, നമുക്ക് കൊണ്ടാട്ടം മുളകുണ്ട്, പിന്നെ കരയിലുണ്ട്, ചോറുണ്ട്. ഒക്കെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് എടുത്തത്. അപ്പോൾ നമുക്ക് പോയിട്ട് വേഗം കഴിക്കാം. അപ്പം നമ്മൾ ലഞ്ച് നല്ല ഹെൽത്തി ലഞ്ച് ആയിരുന്നു ഒക്കെ. ഗൈസ്, ഇന്ന് നമുക്ക് പാർട്ടിക്ക് പോകാണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആവാൻ പോവാം. ഞാൻ തലയിൽ മാസ്ക് ഒക്കെ തേച്ചിരിക്കുകയാണ്. ഞാൻ വേഗം പോയിട്ട് കുളിക്കട്ടെ. ഇറ്റ്സ് ഓൾറെഡി 7. എനിക്ക് 7:45 ഇവിടുന്ന് ഇറങ്ങണം. 1 hour ഉള്ളൂ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് റെഡി ആവട്ടെ പോയിട്ട്. വേറെ കുറച്ച് പണികളും ഉണ്ട്, ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം. അപ്പം ഇന്ന് ഫുൾ ഡേ ലൈറ്റ് ഇല്ലായിരുന്നു. അതാ ഞാൻ ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ എന്താ അത് കഴിഞ്ഞ് ചെയ്ത് ഞാൻ ആ ഫസ്റ്റ് റൂമൊക്കെ കുറച്ച് നീറ്റാക്കി വെച്ച് എല്ലാ സാധനമൊക്കെ ചെയ്ത് അവിടെ ഇവിടെ കിച്ചൺ കുറച്ച് നീറ്റാക്കി ഫ്രിഡ്ജിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി. അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇന്ന് ലൈറ്റ് ഇല്ലായിരുന്നു. എൻ്റെ ഫോൺ ഓഫായി പോയി. ഇപ്പോഴാണ് ലൈറ്റ് വന്നത്. ഇപ്പോഴാണ് ഞാൻ കുറച്ചെങ്കിലും ചാർജ് ചെയ്തിട്ട് മറ്റേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് Day 5. അപ്പം ഇന്ന് അങ്ങനെ ഫുള്ള് എൻ്റെ പോയി. ഇന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒന്നും റെക്കോർഡും ചെയ്യാൻ പറ്റില്ല. ഇന്നിൻ്റെ ഞാൻ വിചാരിച്ച പ്രൊഡക്റ്റീവ് ഡേ ആയിരിക്കും, പക്ഷേ ഇന്ന് ഞാൻ ഈവനിങ് ആയിരുന്നു പുറത്ത് പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വിചാരിച്ചത്, കുറച്ച് ഗ്രോസറി ഒക്കെ ഷോപ്പിംഗ് ചെയ്യാൻ. പക്ഷേ ഇന്ന് പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ല. എനിക്ക് പാർട്ടിക്ക് പോകാനേ, ബിക്കോസ് ഒരു സർപ്രൈസ് പാർട്ടിയാണ് വേറൊരാൾക്ക്. അപ്പോൾ റിക്വസ്റ്റ് ചെയ്തതിൽ എല്ലാവരും വരണമെന്ന്. അപ്പോൾ എന്തായാലും എനിക്ക് പോകണം അവിടെ. അപ്പോൾ ഞാൻ ഈ നാളെ പോകുന്നതായിരിക്കും ഷോപ്പിങ്ങിന്, ഗ്രോസറി സാധനങ്ങളൊക്കെ. ഇപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആവട്ടെ. സോ ടുഡേ വാസ് നോട്ട് എ പ്രൊഡക്റ്റീവ് ഡേ. പാർട്ടിക്കൊക്കെ പോയിട്ട് വന്ന്, പക്ഷെ ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഹെൽത്തി ഡയറ്റ് ആയിരുന്നു. പാർട്ടിക്ക് ഞാൻ അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഓക്കെ, ബൈ.